ഏലക്ക പൊടിക്കുമ്പോൾ മിക്കവാറും ഉള്ള ആൾക്കാർക്കുണ്ടാകുന്നൊരു പ്രശ്നമാണ് അത് നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടത്തില്ലെന്നുള്ളത്. നമ്മളെന്താ ചെയ്യുക, നമ്മൾ പഞ്ചസാരയുടെ കൂടിയിട്ടൊക്കെ പൊടിക്കും, അല്ലെങ്കിൽ ഇത് നന്നായിട്ട് ചൂടാക്കിയിട്ടായിരിക്കും പൊടിക്കുന്നത്. നന്നായിട്ടൊന്ന് പൊടിഞ്ഞ് വരാൻ വേണ്ടി നന്നായിട്ട് ചൂടാക്കുമ്പോൾ എന്ത് ചെയ്യും, നമ്മുടെ ഈ ഒരു ഇതിൻ്റെ ഒരു സുഗന്ധം ഉണ്ടല്ലോ അതൊന്നും ലാസ്റ്റ് ചെയ്യത്തില്ല. അപ്പോൾ നിങ്ങൾ ഈ ഒരു രീതിക്കൊന്ന് പൊടിച്ച് നോക്കുകയാണെങ്കിൽ നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതൊരു സിംപ്ലസ്റ്റ് ഹാക്കാണ്. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് പൊടിച്ച് നോക്കി, നല്ല ഫൈൻ പൗഡറായിട്ട് നിങ്ങൾക്ക് കിട്ടും. ഇതേ മെത്തേഡ് നിങ്ങൾക്ക് കുരുമുളക് പൊടിക്കുമ്പോഴേ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് ഫ്രീസറിൽ വെച്ച് പൊടിക്കുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. പിന്നെ മിക്സിയുടെ ജാറൊന്നും അധികം ചൂടാവത്തില്ല, കാരണം നമ്മുടെ ഫ്രീസറിൽ ഇരുന്നത് കൊണ്ട് തന്നെ മിക്സിയുടെ ജാറൊന്നും ഓവർ ഹീറ്റ് ആവത്തില്ല. അതാണ് അടുത്ത ബെനിഫിറ്റ്. അപ്പോൾ ആദ്യത്തെ കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾ ഫ്രിഡ്ജിലല്ല ഫ്രീസറിലാണ് വെക്കുന്നത്. ഓവർനൈറ്റ് വെക്കരുത്. പിന്നെ മണിക്കൂറുകളോളം വെക്കേണ്ട കാര്യമില്ല. ഒരു 20 മിനിറ്റ്, കൂടിപ്പോയാൽ 20 മിനിറ്റ്. പിന്നെ നമ്മൾ വെക്കുമ്പോൾ ഒരു സിപ്പ് ലോക്ക് കവറോ അല്ലെങ്കിൽ ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലോ ഇട്ട് വെച്ചിട്ട് വേണം നമ്മളിത് ഫ്രീസറിൽ വെക്കാനായിട്ട്, അല്ലെങ്കിൽ അതിനകത്തുള്ള സ്മെല്ലുകളെല്ലാം ഇതിലേക്ക് അബ്സോർബ് ആകും. ഇനി നമ്മൾ പൊടിക്കാൻ എടുക്കുന്ന ജാറ് നല്ല ഡ്രൈ ആയിരിക്കണം. നമ്മൾ ഉടൻ തന്നെ അത് പൊടിച്ചെടുക്കണം. നമ്മളത് വെയിറ്റ് ചെയ്യാൻ അവിടെ വെച്ചേക്കരുത്, കാരണം അത് ഈർപ്പം പിടിക്കും. അപ്പോൾ ഇതാ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു സിംപ്ലസ്റ്റ് ആയിട്ടുള്ളൊരു ഹാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ തന്നെ നമുക്ക് കുരുമുളകും ചെയ്തെടുക്കാം കേട്ടോ. ഇത് ഞാൻ നേരത്തെ ചൂടാക്കി പൊടിച്ചാണ് കേട്ടോ. അതത്ര അങ്ങോട്ട് പൊടിഞ്ഞു വന്നിട്ടില്ല, ഇടയ്ക്ക് തരി പോലെ കിടപ്പുണ്ട്. മറ്റേത് ഇപ്പം ഞാൻ പൊടിച്ചെടുത്താണ് കേട്ടോ. നല്ല ഫൈൻ പൗഡറായിട്ടാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ ഈ ഒരു സിമ്പിൾ മെത്തേഡ് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കുക കേട്ടോ. ഇതിൻ്റെ സ്മെല്ലെന്ന് പറഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആണ്.